നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയില്ല ശിവാനന്ദ. അവരെ കണ്ടെത്തുന്നത് വരെ ഞാനിങ്ങനെ ഉണ്ടാവുമെന്ന് പോലും. വീടിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ റെസിഡൻസിക്കാർ ഒരിക്കൽ ചോദിച്ചിരുന്നു. അവരും അങ്കിളിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. രഘു സാറേ, അകത്തേക്ക് പോണ്ട, അവിടെ ആകെ പൊടിയാ. അങ്ങളെ രഘുവങ്ങൾ ആകെ തകർന്നിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം. ആ, ഉണ്ടാവും മോളെ. ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വലിയൊരു ആപത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട് തിരിച്ചെത്തുമ്പോ ഉറ്റവരും ഉടയവരും ഇല്ലാത്തൊരവസ്ഥയില് അങ്കിൾ, ഓരോ തവണ വരുമ്പോഴും എന്റെ കുടുംബത്തിന്റെ സന്തോഷം, എന്റെ മക്കളുടെ കളിച്ചിരികൾ, അതൊക്കെയായിരുന്നു എന്റെ സ്വപ്നം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്റെ കുടുംബമായിരുന്നു. എന്നിട്ട് രഘു സാറേ, ഓർക്കരുത്, വിഷമിക്കരുതെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ചങ്ക് പൊട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്കിൾ, സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ട. സാറേ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ.
തൽക്കാലം ഒരു മറയിട്ട് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. അവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തും, എങ്ങനെയെങ്കിലും എത്തും. എനിക്കറിയില്ല ശിവാനന്ദ. അവരെ കണ്ടെത്തുന്നത് വരെ ഞാനിങ്ങനെ ഉണ്ടാവുമെന്ന് പോലും. അങ്കിൾ പ്ലീസ്. മനസ്സിനെ കട്ടിയാക്കാൻ, മനസ്സിന് ബലം നൽകാൻ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന സ്ഥലമാണ് വീട്. പക്ഷെ അതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തില്ല മോളെ. മനുഷ്യന് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഈ വീടിന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. മാറാല കെട്ടി പൊടിയടിച്ച് എന്തിനാന്നറിയാതെ കിടക്കുന്ന ഒരവസ്ഥ. ഇതൊന്ന് കാണിച്ചിട്ടേ സൈൻ ചെയ്ത് വാങ്ങിക്കേ. ഓക്കെ സർ. എന്നോട് സ്കൂളിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ട് നീ ഇങ്ങ് പോന്ന. എപ്പോഴാ ഞാൻ വരാൻ പറഞ്ഞത്? അത് പിന്നെ അല്ല, എത്ര നേരം ഞാൻ അവിടെ നിൽക്കണം? ഓ അത് പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴാ ആ വാട്ടർ അതോറിറ്റിക്കാര് ബില്ലെടുക്കാൻ വന്നത്. അത് പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മാവനിരിക്കെ. ഓ ഞാൻ ഇരിക്ക. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോ അപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കയറി വന്നു. പിന്നെ അതും മേടിച്ചു വെച്ച്. ആ കുടുംബത്തിലെ കാര്യമൊക്കെ നോക്കണമല്ലോ. ആ ഞാനൊന്നും പറയുന്നില്ല. ആ പേഴ്സിങ് തന്നെ. ഏത് പേഴ്സ്? ഓ പേഴ്സ്. ഇതിൽ പൈസയൊക്കെ ഉണ്ടോ? വെച്ചാ കാണും. ആ അതാണ്ട് സർ ഫയൽ. ആ വെച്ചോ. വൈകിട്ട് സ്കൂളിലേക്ക് പോയിട്ട് അവർക്ക് കാശ് കൊടുക്കണം. ആർക്ക്? ആ പിശാചിന്. പിശാചൊക്കെ ഇവിടെ സ്കൂൾ തുടങ്ങിയ? അമ്മാവൻ നമ്മുടെ വീടിന് താഴെ താമസിക്കാൻ വന്നിട്ടുള്ള അവളില്ലേ, ടീച്ചർ എന്ന് പറഞ്ഞ് നടക്കുന്നവള്. ആ ടീച്ചറാണെന്ന് പറഞ്ഞ് നടക്കുകയൊന്നുമല്ല, ശരിക്കും ടീച്ചർ തന്നെയാ. ആ മതി മതി. ഓ അങ്ങോട്ട് പോയ ഓട്ടോ കാശ് അവളാ കൊടുത്തത്. അത് ഇപ്പൊ തന്നെ അമ്മാവൻ പോയി തിരിച്ചു കൊടുക്കണം. അതിന്റെ കാര്യം എന്തുവാ? ആ കുട്ടി നമ്മുടെ വീട്ടിലോട്ട് തന്നെയല്ലയോ വരുന്നേ? വരുമ്പോ കൊടുത്താ പോരെ? എന്ത് പറഞ്ഞാലും അതിനൊരു തർക്കുത്തരം പറഞ്ഞോണം. അമ്മാവ അവളെ തിരിച്ചു വരുന്നത് വൈകുന്നേരം അല്ലേ? അതുവരെ ഞാൻ അവളുടെ കടക്കാരനായിട്ടിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.